കല്യാണ സദസ്സുകളിൽ ഞാനൊരു നിക്കാഹ് ഖുതുബക്ക് പോയപ്പോൾ ഒരു പ്രായമുള്ള ഉപ്പ പറഞ്ഞു, അസറിന് ശേഷം 5 മണിക്കാ നിക്കാഹ്. എന്നോട് പറയാ, ളുഹുറും അസറും നിസ്കരിക്കാത്ത കുറെ പെണ്ണുങ്ങളുണ്ട് ഇവിടെ എന്റെ കുടുംബത്തിലെ, ഒന്ന് പറയണം നിക്കാഹ് ഖുതുബയിൽ. ഞാൻ പറഞ്ഞു, എന്താ പോലും നിസ്കരിക്കാത്തത്? അതെനിക്കറിയില്ല മോനെ, അതെനിക്കറിയില്ല. എന്നിട്ട് ആ ഉപ്പന്നെ ഒരു കുട്ടിനെ വിളിച്ചു, ഒരു പെൺകുട്ടിനെ, കുടുംബത്തിലെ കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഓലൊക്കെ നിസ്കരിക്കാത്തത്? അപ്പൊ ആ കുട്ടി പറഞ്ഞു കൊടുത്ത മറുപടി ഈ വല്യപ്പ പറയാണ്, ഓലൊക്കെ മുഖത്ത് എന്തൊക്കെയാ വാരി തേച്ചിരിക്കുന്നത്, അതൊക്കെ ഓലെടുത്താ പോവും. അതുകൊണ്ട് ഈ 5 മണി കഴിഞ്ഞ് 5:30 കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും മഗ്‌രിബ് കൊടുക്കും. അപ്പൊ ളുഹുറും മസറും മഗ്‌രിബും ഒക്കെ ഇശാഇന്റെ കൂടെ കൂട്ടിയടിക്കാനുള്ള പരിപാടിയാ. കാരണം കോസ്മെറ്റിക് സാധനങ്ങൾ മുഖത്തൊക്കെ പുട്ടി വാരിയിട്ട് വന്നിരിക്കുകയാണ്. എങ്ങാനും കൈകി പോയാൽ പിന്നെ ഓള് ആളെന്നെ മാറിപ്പോകും. മനസ്സിലാണ്ടോ? എത്ര കാശാണ്, കോടികളാണ് കേരളക്കരയിൽ പ്രിയപ്പെട്ടവരെ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നത് അറിയോ നിങ്ങൾ? ഈ അർത്ഥത്തിലുള്ള കോസ്മെറ്റിക് വസ്തുക്കൾക്ക് വേണ്ടി, സാമഗ്രികൾക്ക് വേണ്ടി ചെലവഴിച്ചു.